നമ്മുടെ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ മെട്രിക്സിൻ്റെ ഫോം ഇതാണെന്ന് വിചാരിക്കുക. A11 A12 എക്സെട്ര A1n A21 A22 A2n AM1 AM2 AMN B1 B2 എക്സെട്ര BM ആണ് ബിയുടെ സ്ട്രാറ്റജി. ഇവിടെ A1 A2 എക്സെട്ര AM ആണ് എയുടെ സ്ട്രാറ്റജീസ്. അപ്പം അതിൻ്റെ പ്രോബിലിറ്റീസ് P1 P2 എക്സെട്ര PMഉം ഇത് Q1 Q2 QM എന്നുമായിട്ടാണല്ലോ നമ്മൾ QN BN ആണ് ഇതന്നെ QN. അപ്പോൾ നമുക്ക് P1 P2 PMഉം Q1 Q2 QNഉം അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മളിവിടെ ഇതിനെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് ഒന്ന് നമ്മൾ V ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ കേസിലും നമുക്കത് സിഗ്മ PI AIJ ഫോർ I ഈസ് ഈക്വൽ ടു 1 to M എന്ന് പറയാമല്ലോ. കാരണം ഇപ്പം ആദ്യത്തെ കേസിലാണ് എങ്കിൽ B1 ആണ് എടുക്കുന്നതെങ്കിൽ എയുടെ B1 ആണ് എടുക്കുന്നതെങ്കിൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് എയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്നത് A11 P1 A21 P2 എക്സെട്ര AM1 PM എന്നുള്ളതാണ്. A1 ചൂസ് ചെയ്യുമ്പോൾ A1 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്നത് ഇതാണ്. B2 ആണ് B1 ആണെങ്കിൽ ഇത് B2 ആണെങ്കിൽ അത് A12 P1 A22 P2 എക്സെട്ര AM2 PM വരും. ഇതല്ലേ വരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ V ആയിട്ട് എടുക്കുന്നത്. അപ്പം ഈ എക്സ്പെക്റ്റഡ് പേ ഓഫുകൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇത് ഓരോന്നും നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് ഇത് എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V. അപ്പോൾ എക്സ്പെക്റ്റഡ് പേ ഓഫ് നമ്മൾ V എന്ന് ഡിഫൈൻ ചെയ്താൽ ഇത് ഓരോന്നും ഗ്രേറ്റർ ദാൻ എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്നത് എൻ്റെ മിനിമം എക്സ്പെക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V എന്ന് പറയാം. അതാണ് നമ്മൾ സിംപ്ലക്സിൻ്റെ നമ്മൾ സിംപ്ലക്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം PI ആണ് എയുടെ സ്ട്രാറ്റജികളെങ്കിൽ നമ്മൾ ഓരോന്നും ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V ആയിരിക്കണം. അപ്പോൾ നമ്മൾ A11 P1 പ്ലസ് A21 P2 എക്സെട്ര AM1 PM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V. അടുത്ത് നമ്മൾ എഴുതുമ്പം A12 P1 A22 P2 എക്സെട്ര AM2 PM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V. അങ്ങനെ ലാസ്റ്റ് നമ്മൾ A1n P1 A2n P2 പ്ലസ് എക്സെട്ര AMN PM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V. എന്നിട്ട് നമുക്ക് P1 പ്ലസ് P2 പ്ലസ് എക്സെട്ര PM ഈക്വൽ ടു 1 ആയിരിക്കണമല്ലോ. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഓരോന്നിനെ B വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് ബൈ B ഫോമിൽ വരും. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരും. ഇവിടെയും ബൈ V ഈസ് ഈക്വൽ ടു 1/V. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് V പോസിറ്റീവ് ആണെന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ V പോസിറ്റീവ് ആണ് എടുക്കാൻ V പോസിറ്റീവ് ആണെന്നുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ V വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് A11 P1 ബൈ V1 A21 P2 ബൈ V1 ഇല്ല V പ്ലസ് എക്സെട്ര AM1 PM1 PM ബൈ V ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്തത് A12 P1 by V A22 P2 by V etc. AM2 PM by V greater than or equal to 1. അങ്ങനെ നമുക്ക് A1n P1 by V A2n P2 by V etc. AMN PM by V greater than or equal to 1. അവസാനത്ത് P1 plus P2 plus etc. PM equal to 1 എന്നുള്ളത് P1 by V P2 by V etc. PM by V equal to 1 by V എന്നായിട്ട് മാറും. ഇനി നമ്മൾ XI എന്ന് പറഞ്ഞ് PI by V എടുക്കുവാണെങ്കിൽ ഇത് X1 plus X2 plus XM equal to 1 by V ഫോമിൽ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എന്തായിട്ട് മാറും, A11 X1 A21 X2 etc. AM1 X ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്തത് A12 X1 A22 X2 എക്സെട്ര AM2 XM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെ A1n X1 A2n X2 എക്സെട്ര AMN XM greater than or equal to 1. X1 plus X2 plus etc.
എക്സ് എം ഈക്വൽ ടു 1/v എന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഈ വി എ മാക്സിമം നമ്മുടെ എക്സ്പെക്റ്റഡ് നമുക്കിപ്പോൾ ഇതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പോലെയായി. A11 x1 a etc ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 A1n x1 എക്സെട്ര. ഇതൊരു സെറ്റ് ഓഫ് ഇന്നിക്വാളിറ്റീസ് ആയിട്ട് മാറി അല്ലേ. എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്ന കുറേ ഇന്നിക്വാളിറ്റീസ് ആയിട്ട് മാറി. നമ്മൾ പ്ലെയർ എയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അതിന് എക്സ്പെക്റ്റഡ് പേ ഓഫ് മാക്സിമൈസ് ചെയ്യുക അല്ലേ. വി എ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ 1/VA മിനിമൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് പറയാം. നമ്മളതിനെ ഒരു ലീനിയർ പ്രോഗ്രാം നമ്മുടെ കൺസ്ട്രെയിനുകളെല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടി. എന്നിട്ട് ഇത് ഈക്വൽ ടു 1/VU ആണ്. എന്നിട്ട് നമുക്കുള്ളത് എന്താണ്? നമുക്ക് വേണ്ടത് മാക്സിമൈസ് വി അല്ലെങ്കിൽ മിനിമൈസ് 1/V അല്ലേ. എക്ക് വേണ്ടത് എന്താണ്? വി എ എക്സ്പെക്റ്റഡ് പേ ഓഫ് മാക്സിമൈസ് ചെയ്യണം അല്ലെങ്കിൽ 1/VA മാക്സിമം വി എന്ന് പറയുന്നത് ഈക്വലൻ്റ് ആയിട്ട് മിനിമൈസ് 1/V എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് നമുക്ക് മിനിമൈസ് 1/V മിനിമൈസ് 1/V എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിരിക്കും? x1 + x2 + എക്സെട്ര xm സബ്ജക്റ്റ് ടു ദിസ് കൺസ്ട്രെയിൻ. ഇപ്പോൾ അതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് പേ ഓഫ് വി എന്ന് വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ A11 P1 നമ്മുടെ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് A11 P1 ഈ ഒരു ഫോമായിരുന്നു. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ആയിരുന്നു. നമ്മളതിനെ വി വെച്ച് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിയപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് വി എ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ 1/VA മിനിമൈസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? മിനിമൈസ് 1/V എന്ന് പറയുന്നത് x1 + x2 + എക്സെട്ര xm സബ്ജക്റ്റ് ടു A11 x1 A21 x2 + എക്സെട്ര AM1 xm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 A12 x1 A22 x2 + എക്സെട്ര AM2 xm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 A1n x1 A2n x2 + എക്സെട്ര AMN xm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 x1 x2 x3കളെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ഇത് ഓരോന്നും പ്രോബിലിറ്റീസാണ്. x1 എന്ന് പറഞ്ഞാൽ PI/V ആണ്. വി പോസിറ്റീവ് ആണെങ്കിൽ PI/Vയും പോസിറ്റീവായിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് എ ശ്രമിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബി ശ്രമിക്കുന്നത്. എ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബി എന്ത് ചെയ്യണം? അതിൻ്റെ എയുടെ ഗെയിൻ മിനിമൈസ് ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടത്. അപ്പോൾ ബിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂവലായിട്ട് മാറും. പ്ലെയർ ബി ഹാസ് എ സിമിലർ പ്രോബ്ലം വിത്ത് ഇൻഇക്വാളിറ്റീസ് ഓഫ് ദ കൺസ്ട്രെയിൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലെയർ ബിയുടെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മളിത് പ്ലെയർ എയുടെ വെച്ചിട്ടാണ് പറഞ്ഞത്. പ്ലെയർ ബി എന്ന് പറയുന്നത് പ്ലെയർ എയുടെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അപ്പം പ്ലെയർ ബിയുടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂവലായിരിക്കും. അപ്പോൾ അതെന്തായിട്ട് മാറും? ഇതിനെ നമുക്ക് മാക്സിമം ഓഫ് ആയിട്ട് മിനിമൈസേഷൻ പ്രോബ്ലം എന്നുള്ളത് മാക്സിമൈസേഷനായിട്ട് മാറും. മാക്സിമം ഓഫ് 1/V. അപ്പോൾ അവിടെ വേരിയബിൾസ് y1 എക്സെട്ര yn വരും അല്ലേ. വേരിയബിൾസ് y1 y2 yn വരും. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ നമുക്കറിയാം. ഇവിടുത്തെ ഈ A11 A12 A1nകളല്ലേ വരുന്നത്. A11 y1 A12 y2 എക്സെട്ര നമ്മൾ ഡ്യുവൽ എഴുതുന്ന പോലെ A1n yn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടുത്തെ കോയിഫിഷ്യൻറ്റുകളെല്ലാം 1 ആയതുകൊണ്ട് ഡ്യുവലിൻ്റെ ഇവിടുത്തെ കോയിഫിഷ്യൻറ്റുകൾ 1 ആയിരിക്കും. അടുത്തത് A21 y1 A22 y2 എക്സെട്ര A2n yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെ ലാസ്റ്റ് AM1 y1 AM2 y2 എക്സെട്ര AMN yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 y1 y2 yn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമുക്ക് yi എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ xi എന്ന് പറയുന്നത് PI/V ആണ്. അപ്പോൾ yi എന്ന് പറയുന്നത് QI/V ആണ്. ഫോർ i is equal to 1 to n അല്ലെങ്കിൽ j is equal to j വെച്ച് ഇവിടെ i പറഞ്ഞിട്ട് ഇവിടെ j പറയാം. j equal to 1 to n നമ്മുടെ ഇതിൻ്റെ ഡ്യൂവലായിട്ടാണ് ബിയുടെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആകുമ്പോൾ ഇത് മിനിമൈസേഷനായിട്ട് ഇത് മിനിമൈസേഷൻ ആകുമ്പോൾ അത് മാക്സിമൈസേഷനായിട്ട് മാറും. എ ചെയ്യുന്നത് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയാണ്. മാക്സിമൈസ് പ്രോഫിറ്റ് വി എന്ന് പറയുന്നത് മിനിമൈസ് 1/V. അപ്പോൾ എ ചെയ്യുന്നത് മിനിമൈസേഷൻ ഓഫ് 1/V ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ വരുമ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ള കൺസ്ട്രെയിൻസ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾ കൊടുക്കും.
കൊടുക്കേണ്ടി വരും. അപ്പം പ്രോബ്ലം ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിലും എളുപ്പം നമ്മൾ അതിൻ്റെ ഡ്യൂവൽ സോൾവ് ചെയ്യുവാണെങ്കിൽ അത് മാക്സിമൈസേഷൻ ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ നമുക്ക് സ്ലാക്ക് വേരിയബിൾസ് മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അങ്ങ് ചെയ്താൽ മതി. അപ്പം നമ്മൾ സാധാരണ ഡ്യുവൽ ഒരു പ്രോബ്ലം ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഇതിന് സിംപ്ലസ്റ്റ് മെത്തേഡിൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് എന്താ, y1/2 yn കിട്ടുന്നത്. അപ്പോൾ y1/2 yn കിട്ടി. വാല്യൂ ഓഫ് ദ ഗെയിം 1/z എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന z എന്ന് പറയുന്നത് 1/v ആണ്. അപ്പോൾ 1/v കിട്ടിക്കഴിഞ്ഞാൽ v നമുക്ക് കിട്ടും. y1/2 yn കിട്ടി, vയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് qj എന്ന് പറയുന്നത് yj ഇൻറ്റു v ആണ്. അപ്പോൾ yjയും കിട്ടി, vയും ഉണ്ട് എങ്കിൽ നമുക്ക് ഓരോ qjകളും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ റിമാർക്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളിവിടെ v>0 എന്നുള്ള അസംഷനില്ല. v നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം അതുപോലെ തന്നെ നമ്മുടെ AIGകളും എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആ പേ ഓഫ് മെട്രിക്സിൻ്റെ അകത്ത് നമ്മുടെ വാല്യൂസ് എല്ലാം പോസിറ്റീവ്, പേ ഓഫ് മെട്രിക്സിൻ്റെ അകത്ത് നെഗറ്റീവ് ഉണ്ട് എങ്കിൽ നമ്മളതിനെ പോസിറ്റീവാക്കി മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് വിക്ക് ഒരു നോൺ നെഗറ്റീവ് വാല്യൂയും കിട്ടണം. അപ്പോൾ ആ വിക്ക് ഒരു നോൺ നെഗറ്റീവ് വാല്യൂയും കിട്ടാൻ വേണ്ടി നമ്മൾ AIGകളെല്ലാം പോസിറ്റീവായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ AIGകൾ ഏതെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് നമ്പർ വെച്ചിട്ട് എല്ലാ എലമെൻറ്റുകളും ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ആ ആഡ് ചെയ്ത ടേബിളിൻ്റെയാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ 5 ആണ് ആഡ് ചെയ്യുന്നത്, എല്ലാ നമ്പറിലോട്ടും 5 ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിൽ നിന്ന് ആ 5 കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് ഒറിജിനൽ പ്രോബ്ലത്തിന് നമ്മുടെ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ നമുക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ കിട്ടി. ആ സൊല്യൂഷൻ്റെ അകത്ത് നിന്ന് ഇസറിൻ്റെ വാല്യൂ 5 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടും. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫോർ ദ ഫോളോയിങ് പേ ഓഫ് മെട്രിക്സ്, for the following payoff matrix, transform the zero sum game, transform the zero sum game into an equivalent linear programming problem, and solve it by using simplest method. For the following payoff matrix, transform the zero sum game into an equivalent linear programming problem and solve it by using simplest method. തന്നിട്ടുണ്ട്. പ്ലെയർ A, പ്ലെയർ B, B1, B2, B3, A1, A2, A3, 1, 3, 6, -1, 5, 2, 3, -3, -2. അപ്പോൾ നമുക്ക് ആദ്യം സാഡിൽ പോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. സാഡിൽ പോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ആൻസർ ചെയ്യുമ്പം ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് whether there is any saddle point. സാഡിൽ പോയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിന് വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ 1, -1, 3, 3, 5, -3, 6, 2, -2, A1, A2, A3, B1, B2, B3. റോ മിനിമ എന്ന് പറയുന്നത് -1, ഇവിടെ -3, ഇവിടെ -2. അതിൻ്റെ മാക്സിമം -1, ഇതാണ് മാക്സിമി. അപ്പം ഇത് -1. ഇനി കോളം മാക്സിമം 6, 5, 3, അതിൻ്റെ മിനിമം 3 ആണ്. അപ്പം
നോ സാഡിൽ പോയിൻ്റ് ആണ്. ഇതിന് സാഡിൽ പോയിൻ്റ് ആണ്. The given problem has no saddle point. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ മാക്സിമിൻ വാല്യൂ -1 മിനിമാക്സ് വാല്യൂ 3 നമുക്കറിയാം. ഒരു വാല്യൂ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ, വാല്യൂ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചതാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമിൻ വാല്യൂ >V >= മിനിമാക്സ് വാല്യൂ. നമ്മൾ നേരത്തെ കണ്ടൊരു റിസൾട്ടാണ് ഇതിങ്ങനെ. അപ്പം സാഡിൽ പോയിൻ്റ് ഇല്ല, മാക്സിമിൻ വാല്യൂ -1. അപ്പം -1 >V >3 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം വിയുടെ വാല്യൂ വാല്യൂ ഓഫ് ദ ഗെയിം മൈനസ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് -1 -3 -2 മൂന്ന് AIJകൾ 3 നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് പോസിറ്റീവാക്കി മാറ്റണം. അപ്പം വിയുടെ വാല്യൂ -1 3 ഇടയ്ക്കാണ്. അപ്പം നമുക്ക് മിനിമം ഒരു 1 എങ്കിലും ആഡ് ചെയ്താലല്ലേ ഈ വിയുടെ വാല്യൂ. ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് 0 > V > 4 എന്ന് പറയാം. അപ്പം മിനിമം എല്ലാ നമ്പറിനകത്തോട്ടും 1 എങ്കിലും ആഡ് ചെയ്തെങ്കിലേ വാല്യൂ ഓഫ് ദ ഗെയിം പോസിറ്റീവ് വരുള്ളൂ. അപ്പം നമുക്ക് വി എപ്പോഴും പോസിറ്റീവായിട്ട് കിട്ടിയാലേ നമുക്ക് ഡിവിഷനൊക്കെ നടത്തുമ്പോൾ ഇൻഇക്വാളിറ്റി ചേഞ്ച് ഇല്ലാതെ വരുള്ളൂ. അപ്പം മിനിമം നമ്മൾ അതെങ്കിലും ഒരു 1 എങ്കിലും ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ടേബിൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് -1 ഉണ്ട്, -3 ഉണ്ട്, -2 ഉണ്ട്. അപ്പോൾ ആ നെഗറ്റീവുകളുടെ മാക്സിമം എന്ന് പറയുന്നത് നെഗറ്റീവുകളുടെ ഏറ്റവും ചെറുത് -3. അപ്പം -3യെ 0 ആക്കണമെങ്കിൽ 3 ആഡ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഗെയിമിൻ്റെ വാല്യൂ -1 വരെ താരുന്നത് കൊണ്ട് നമുക്ക് 4 വെച്ച് ആഡ് ചെയ്യാം. Thus we add a constant 4 നമുക്ക് മിനിമം 1 എങ്കിലും ആഡ് ചെയ്യണം. ഇതിൻ്റെ വാല്യൂ വി ഹാവ് ടു ആഡ് മിനിമം 1 ആണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കിയപ്പം ബാക്കിയുള്ള അതിൻ്റെ അത് -3 ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ 4 ആഡ് ചെയ്യുക. വി ആഡ് എ കോൺസ്റ്റൻറ്റ് 4 ടു ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ദി payoff matrix. The new payoff matrix is B1 B2 B3 A1 A2 A3 player A player B. അപ്പം നമ്മൾ 1 -1 3 ആണ്. അതിൻ്റെ അകത്തോട്ട് 4 ആഡ് ചെയ്യുമ്പം 5 -1 + 4 3 3 + 4 7 3 5 -3 3 + 4 7 5 + 4 9 -3 + 4 1 വന്നു. 6 2 -2 6 + 4 10 2 + 4 6 -2 + 4 +2. അപ്പം നമുക്ക് ഇതാണ് കിട്ടുന്നത്. നോക്കി ഇപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് മാറി. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ വാല്യൂ ഓഫ് ദ ഗെയിം എന്തായാലും പോസിറ്റീവ്. ഇവിടെ വാല്യൂ ഓഫ് ദ ഗെയിം -1 വരെ താനാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മിനിമം 1 എങ്കിലും ആഡ് ചെയ്തെങ്കിലേ ആ വാല്യൂ ഓഫ് ദ ഗെയിം പോസിറ്റീവായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ നമ്മൾ നോക്കി പേ ഓഫിൻ്റെ അകത്ത് ആ പേ ഓഫ് മെട്രിക്സിനകത്ത് -3 ഒക്കെ ഉള്ളത് കൊണ്ട് മിനിമം 3 എങ്കിലും ആഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ 4 അങ്ങ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമ്മൾ പ്രോബബിലിറ്റീസ്, ഇനി നമ്മൾ P1 P2 P3 ഇതിനെ നമ്മൾ Q1 Q2 Q3 എടുക്കുകയാണ്. ലെറ്റ് P1 P2 P3 and Q1 Q2 Q3 be the probability of selecting probabilities of selecting A1 A2 A3
and B1, B2, B3 respectively by players A and B respectively. Of selecting A1, A2, A3 and B1, B2, B3 by players A and B respectively. അപ്പം എയെ A1, A2, A3 എടുക്കാനുള്ള പ്രോബിലിറ്റി P1, P2, P3. B1, B2, B3 എടുക്കാനുള്ള പ്രോബിലിറ്റി Q1, Q2, Q3 എടുത്തു. The expected gain for player A will be, നമ്മൾ പ്ലെയർ എയുടെ ഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ B1 ആണ് എടുക്കുന്നതെങ്കിൽ പ്ലെയർ എയുടെ എന്ത് വരും? 5P1 പ്ലസ് 7P2 പ്ലസ് 10P3. 5P1, 7P2, 10P3 greater than or equal to V if B uses strategy B1. B1 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമുക്ക് വരുന്നത്. അടുത്തത് B2 ആണെങ്കിലോ 3P1, 9P2, 6P3 greater than or equal to B if B uses B2 strategy. അടുത്തത് 7P1, P2 plus 2P3 greater than or equal to V if B uses B3. B3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ഇത് കിട്ടും. ഇനി നമുക്ക് എന്താണ് പറയാനുള്ളത്? P1 പ്ലസ് P2 പ്ലസ് P3 ഈക്വൽ ടു 1 അല്ലേ? ഈ ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കണം. P1 പ്ലസ് P2 പ്ലസ് P3 ഈക്വൽ ടു 1. P1, P2, P3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഡിവൈഡിങ് ഈച്ച് ഇൻഇക്വാളിറ്റി ബൈ വി ഗെറ്റ് ഡിവൈഡിങ് ഈച്ച് ഇൻഇക്വാളിറ്റി ബൈ വി ഗെറ്റ്. നമ്മൾ എന്താ ചെയ്തത്? ഇനി ഇതിനെ വി വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 5P1 ബൈ വി, 5P1 ബൈ വി, 7P2 ബൈ വി, 10P3 ബൈ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്തത് 3P1 ബൈ വി, 9P2 ബൈ വി, 6P3 ബൈ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 7P1 ബൈ വി, P2 ബൈ വി, 2P3 ബൈ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി ഇതിനെ വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ P1 ബൈ വി, P2 ബൈ വി, P3 ബൈ വി ഈക്വൽ ടു 1 ബൈ വി എന്ന് വരും. ഇനി സിംപ്ലിഫിക്കേഷന് വേണ്ടി ലെറ്റ് x1 ഈക്വൽ ടു P1V, x2 ഈക്വൽ ടു P2V, x3 ഈക്വൽ ടു P3V എന്ന് എടുക്കുവാണെങ്കിൽ the problem of player A becomes problem for player A becomes, നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 5x1 പ്ലസ് 7x2 പ്ലസ് 10x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 1 ബൈ വി എന്നും കിട്ടും. നമുക്കറിയാം പ്ലെയർ എക്ക് എന്താ ചെയ്യേണ്ടത്? മാക്സിമൈസ് വി അല്ലെങ്കിൽ മിനിമൈസ് അല്ലേ? എ മാക്സിമൈസ് വി അല്ലെങ്കിൽ മിനിമൈസ് 1 ബൈ വി ആണ് ചെയ്യേണ്ടത്. എയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വി എ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ 1 ബൈ വി എ മിനിമൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 1 ബൈ വി എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 ആണ്. അപ്പോൾ നമുക്ക് മാക്സിമൈസ് അല്ല മിനിമൈസ് മിനിമൈസ് 1 ബൈ വി ആവുമ്പോൾ മിനിമൈസ് ZP ഇസ് ഈക്വൽ ടു x1 ബൈ വി ആണ്. 1 ബൈ വി ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 അല്ലേ? നമുക്കതാണ് Z ഇസ് ഈക്വൽ ടു 1 ബൈ വി എ മിനിമൈസ് ചെയ്യണം. സബ്ജക്റ്റ് ടു നമ്മുടെ തന്നേക്കുന്നത് എന്താണ്? 5x1 പ്ലസ് 7x2 പ്ലസ് 10x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 3x1 പ്ലസ് 9x2 പ്ലസ് 6x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 7x1 പ്ലസ് x2 പ്ലസ് 2x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. പിന്നെ നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു. x1 പ്ലസ് x2 പ്ലസ്
x3 ഈക്വൽ ടു 1/v നമ്മൾ യൂസ് ചെയ്തു. പിന്നെ നമുക്കുള്ളത് എന്താ, x1 x2 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിത് നോക്കുവാണെങ്കിൽ ഇതൊരു മിനിമൈസേഷൻ പ്രോബ്ലം. മിനിമൈസേഷൻ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ബിഗ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തേണ്ടി വരും. കാരണം എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് സ്ലാഗ് വേരിയബിൾ സർപ്ലസ് വേരിയബിൾ ഉള്ളതുകൊണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളിതിനെ ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആക്കി മാറ്റുമായിരുന്നു, ഇതെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിംപ്ലക്സ് മെത്തേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡ്യൂവൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിൻ്റെ ഡ്യൂവൽ എന്ന് പറയുന്നത് എന്താ, പ്ലെയർ ബിയുടെ സ്ട്രാറ്റജിയാണ്. അതാണ് നമ്മൾ ചെയ്യാം. നമ്മൾ പ്ലെയർ ബീസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിനെ മിനിമൈസ് ഹിസ് എക്സ്പെക്റ്റഡ് ലോസ് ആണ്. അപ്പം എക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറയുന്നത് വി ആണ്. അപ്പം വിയെ മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമൈസ് 1/z ആണ് ചെയ്യേണ്ടത്, 1/v ആണ് ചെയ്യേണ്ടത്. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. Player B's objective is to minimize his expected losses. Which can be reduced by minimizing the value of the game V. Hence, the problem of B becomes minimize V എന്ന് പറയുമ്പോൾ maximize ZQ is equal to 1/v. വേരിയബിൾസ് നമുക്ക് y1 + y2 + y3 എന്ന് വരും. കാരണം ഇവിടെ 3 വേരിയബിൾസ് അല്ലേ, 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് y1 y2 y3 വരും. ഈ കോൺസ്റ്റൻറ്റുകളെല്ലാം 1 ആയതുകൊണ്ട് y1 y2 y3യുടെ കോയിഫിഷ്യൻറ്റുകൾ 1 ആയിരിക്കും. ഇനി ഫസ്റ്റ് കൺസ്ട്രെയിൻ തന്നെ 5 3 7 വരും. 5y1 + 3y2 + 7y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി. കോയിഫിഷ്യൻറ്റ് ഇവിടെ x1 x2 x3കളുടെ 1 ആയതുകൊണ്ട് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. അടുത്തത് 7 9 1 7 9 1. അടുത്തത് 10 6 2 10 6 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. y1 y2 y3 greater than or equal to 0. y1 is equal to q1/v, y2 is equal to q2/3, y3 is equal to q3/v. Here, problem of A is the dual of B. So, solution of the dual problem is the solution of the problem A. Problem A നമുക്ക് ഡ്യൂവൽ ചെയ്താലും സൊല്യൂഷൻ ഓഫ് കിട്ടും. അപ്പോൾ നമുക്ക് ബിയുടെ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. ഇൻട്രൊഡ്യൂസിങ് സ്ലാഗ് വേരിയബിൾസ്, നമുക്ക് സ്ലാഗ് വേരിയബിൾസ് ആഡ് ചെയ്യണം. എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇൻട്രൊഡ്യൂസിങ് സ്ലാഗ് വേരിയബിൾസ് ദ പ്രോബ്ലം ബിക്കംസ്, ഇവിടെ S1 S2 S3 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ അതിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ 0 0 S1 0 S2 0 S3. അപ്പോൾ മാക്സിമൈസ് ZQ equal to y1 + y2 + y3 0 S1 0 S2 0 S3 subject to 5y1 + 3y2 + 7y3 + S1 equal to 1. 7y1 + 9y2 + y3 + S2 equal to 1. 10y1 + 6y2 + 2y3 + S3 equal to 1. y1 y2 y3 S1 S2 S3 greater than or equal to 0.
അപ്പോൾ നമുക്ക് ഇനി ഇത് സാധാരണ സിംപ്ലക്സ് മെത്തേഡ് സോൾവ് ചെയ്യുന്നത് പോലെ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് സി ബി ബി ഇവിടെ വൈ ബി യൂസ് ചെയ്യാം. വേരിയബിൾസ് വൈ ആണ്. പിന്നെ y1 y2 y3 s1 s2 s3 മിനിമം റേഷ്യോ. ഇപ്പോൾ 5 3 7 1 0 0 7 9 1 0 1 0 10 6 2 0 0 1. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ S1 S2 S3കളാണ് നമ്മുടെ വേരിയബിൾസ് ആയിട്ട് S1 S2 S3. ഇവിടെയെല്ലാം 1 1 1. ഇതിനെല്ലാം കോസ്റ്റ് 0. നമുക്ക് ആദ്യം നോക്കുമ്പം ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വരും. ഇനി നമുക്ക് ZJ എല്ലാം ഇവിടെയെല്ലാം 0 0. ഇവിടെ കോസ്റ്റുകൾ വരുമ്പം 1 1 1 0 0 0. അപ്പം CJ മൈനസ് ZJ ചെയ്യുമ്പം 1 1 1 0 0 0 വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും നമുക്ക് CJ മൈനസ് ZJകൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നോടം വരെ ചെയ്യണം. ഇവിടെ പോസിറ്റീവ് വന്നു. പോസിറ്റീവ് വന്നപ്പോൾ നമുക്ക് ഇതെല്ലാം മോസ്റ്റ് പോസിറ്റീവാണ് എടുക്കേണ്ടത്. ഇതെല്ലാം 1 ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തേത് ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ ആദ്യത്തേത് എടുക്കാം. അപ്പോൾ ഇതെടുക്കുവാണെങ്കിൽ നമുക്ക് മിനിമം റേഷ്യോ എന്ന് പറയുന്നത് ആദ്യത്തേത് 1/5, പിന്നെ 1/7, പിന്നെ 1/10. അതിൽ 1/10 അല്ലേ ഏറ്റവും ചെറുത്. അപ്പോൾ നമുക്ക് S3 ആണ് പുറത്ത് പോകുന്ന വേരിയബിൾ എന്ന് മനസ്സിലായി. അപ്പോൾ ഈ 10ൻ്റെ അവിടെ നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പം ഈ 10 1 ആക്കി മാറ്റണം. പിന്നെന്താ, y1 അകത്തോട്ട് കയറുന്നു. ദ ന്യൂ ടേബിൾ നമുക്ക് എടുക്കുമ്പം നമ്മൾ എന്ത് പറയും, S3 ലീവ്സ് ആൻഡ് y3 എൻറ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. CB B YB y1 അറിയാതെ വരച്ച y1 y2 y3. ഇത് വരയ്ക്കേണ്ട കാര്യമില്ല. S1 S2 S3 CB B YB S1 S2 S3 പോയിട്ട് y1 വരും. അപ്പം ഇത് 1/10 ആയിട്ട് മാറും. ഇത് 1 6/10 എന്ന് പറയുമ്പം 3/5 2 ആകുമ്പം 1/5 2/10 ആകുമ്പോൾ 1/5 0 0 1/10. ഇതിൻ്റെ കോസ്റ്റ് 1 വരും. ഇനി നമുക്ക് ഇത് 0 ആക്കണം. ഇത് 0 ആക്കാൻ വേണ്ടി നമുക്ക് ഇത് മൈനസ് ഇത് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പം 1 മൈനസ് 1/2 1/2 0 ഇത് 0 ഇത് 6 വരും അല്ലേ. 7 മൈനസ് 1 6 ഇവിടെ 1 ഇവിടെ 0 മൈനസ് 1/2. ഇനി നമുക്ക് ഇതിനെ ഇൻറ്റു 7 ചെയ്തിട്ട് കുറയ്ക്കണം. അപ്പോൾ 1 അപ്പോൾ 3/10 7 മൈനസ് 7 0 9 മൈനസ് 7 ഇൻറ്റു 3 21/5. അപ്പോൾ 45 മൈനസ് 21 എന്ന് പറയുമ്പം 24/5. അടുത്തത് 1 മൈനസ് 7/5 1 മൈനസ് 7/5 എന്ന് പറയുമ്പോൾ മൈനസ് 2/5 0 1 മൈനസ് 7/10 വരും.
ഇസഡിൻ്റെ വാല്യൂ നമുക്ക് 1/10 കിട്ടും. ഇസഡ് ജെ സി ജെ മൈനസ് ഇസഡ് ജെ, ഇവിടെ നമുക്ക് 1 3/5 1/5 0 0 1/10 വരും. സി ജെ മൈനസ് ഇസഡ് ജെ ഇതെല്ലാം 1 ആണ്. 0 0 0. അപ്പോൾ 1 - 1 0. 1 - 3/5 എന്ന് പറയുമ്പം 2/5. 1 - 1/5 4/5. ഇത് 0 0 -1/10 വരും. അപ്പം ഇവിടെ 2 എണ്ണം പോസിറ്റീവ് ഉണ്ട്. അതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതെടുത്തു. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത്. നമ്മളിവിടെ ചെയ്തപ്പം 9 - 3 ഇൻറ്റു 7 ഇൻറ്റു 6/10. 7 ഇൻറ്റു 6/10 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 3/5. അപ്പം നമുക്ക് 9 - 7 ഇൻറ്റു 3/5. കറക്റ്റായിരുന്നു. ഞാൻ പെട്ടെന്ന് കറക്റ്റാണ്, ശരിയാണ്. 7 ഇൻറ്റു 3 21/5. 9 5s are 45. അപ്പോൾ 45 - 21. ഇപ്പോൾ 24, ശരിയാണ്. 24/5. ഇനി നമുക്ക് മിനിമം റേഷ്യോ കണ്ടുപിടിക്കണം. മിനിമം റേഷ്യോ കാണുന്നതിന് മുമ്പ് അപ്പോൾ ഇൻകമിങ് വെക്ടർ എന്ന് പറയുന്നത് y3 ആണ് അല്ലേ. y3 അകത്തോട്ട് കയറണം, കാരണം മോസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് 4/5 ആണ്. അപ്പം അതിനകത്ത് 1/2/6 1/2 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പം 1/12 വരും. അത് 1/12. അടുത്തത് നെഗറ്റീവ് ആയതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. അടുത്തത് 1/10 ഡിവൈഡഡ് ബൈ 1/5. അത് 1/10/1/5 എന്ന് പറയുമ്പം 5/10 = 1/2. അപ്പോൾ ഇത് 0.5. ഇത് വളരെ ചെറിയ നമ്പറാണ്. അപ്പം മിനിമം എന്ന് പറയുന്നത് 1/12 ആണ്. അപ്പോൾ അത് ഏതാ? ഈ 6ന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y3 enters and s1 leaves. s1 leaves and y3 enters the basis എന്ന് പറയാൻ പറ്റും. ഇത് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന അതേ പ്രോസസ്സ് വെച്ച് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സി ബി ബി വൈ ബി y1 y2 y3 s1 s2 s3 മിനിമം റേഷ്യോ. വൺ 0 0 0. ഇനി S1 പകരം y3 വരും. y3 s2 y1 വ്യത്യാസമൊന്നുമില്ല, അതതുപോലെ തന്നെ. കോസ്റ്റ് 1 0 0 അല്ല 0 ഇല്ല 1. ഇസഡ് ജെ സി ജെ മൈനസ് ഇസഡ് ജെ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് റോയെ 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 ആകുമ്പോൾ 1/12 ആയിട്ട് മാറി. 1/2/6 1/12. 0 0 0 0 1 0 0 1 1/6 0 1/6 0 -1/2. അപ്പം ഈ 6 നമുക്ക് 1 ആക്കി മാറ്റി. ഇനി നമുക്ക് ഇതിനെ 0 ആക്കി മാറ്റണം. ഇതിനെ 0 ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ആ ഇപ്പം കിട്ടിയതിനെ ഇൻറ്റു 2/5 വെച്ച് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പം ഇതിനെ ഇൻറ്റു 2/5 ചെയ്യണം. അപ്പോൾ ഇൻറ്റു 2/5 ചെയ്യുമ്പം 1/30 വരും. അപ്പം 3/10 അപ്പം 3/10 പ്ലസ് 1/12 ഇൻറ്റു 2/5. അപ്പം 3/10 പ്ലസ് 1/30 ആണ്. അപ്പം 9 പ്ലസ് 1/30 അപ്പം 10/30. അപ്പോൾ അത് 1/3 വരും. അപ്പം ഇത് 1/3. അടുത്തത് രണ്ടും 0 ആണ്.
y2ൻ്റെ അവിടെ 24/5 മൈനസ് 0, അപ്പം 24/5. അടുത്തത് 2/5 പ്ലസ് 2/5 0 വരും. ഇനി 1/6 ആണ്. അപ്പം 1/6 ഇൻറ്റു 2/5 പ്ലസ് 0 അപ്പം 1/15 വരും. S2ൻ്റെ അവിടെ 1, S3ക്ക് അവിടെ -7/10 പ്ലസ് -1/12 ഇൻറ്റു 2/5. അപ്പോൾ ഇത് 6, -7/10 -1/30 LCM എടുക്കുമ്പോൾ -22/30. അപ്പോൾ അത് -11/15 വരും. -11/15. y1 ചെയ്യുമ്പം ഇൻറ്റു 1/5 ചെയ്തിട്ട് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 1/10 മൈനസ് 1/12 ഇൻറ്റു 1/5. അപ്പോൾ അത് 1/60 ആണ്. അപ്പോൾ 6 - 1/60 അല്ല 12 ഇൻറ്റു 5 60. അപ്പോൾ 6 - 1 5/60. അപ്പോൾ അത് 1/12 വരും. ഇത് നമുക്ക് 1/12 വരും. ഇനി y1ൻ്റെ അവിടെ 1, പിന്നത്തെ 0, ഇനി ഇൻറ്റു 1/5 ചെയ്യണം. y2ൻ്റെ ഇവിടെ 3/5 ആണ്, 0 അല്ല 3/5. 3/5 ഇവിടെയാണ് 0 വരുന്നത്. S1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 മൈനസ് 1/6 ഇൻറ്റു 1/5 എന്ന് പറയുമ്പോൾ -1/30. S2 0. S3യുടെ അവിടെ 1/10 മൈനസ് -1/12 ഇൻറ്റു 1/5. അപ്പം 1/10 പ്ലസ് 1/60. അപ്പം 6 + 1 7/60. ഇനി നമ്മൾ ഇസഡ്ജകൾ കണ്ടുപിടിക്കുമ്പം 1 3/5 1 1/6 മൈനസ് 1/30. 1/6 മൈനസ് 1/30 ചെയ്യുമ്പം 5 - 1 4/30. 0 മൈനസ് 1/12 പ്ലസ് 7/60 ഇൻറ്റു 5, അപ്പം 2/60. 0 1 മൈനസ് 3/5 എന്ന് പറയുമ്പോൾ 2/5. 0 മൈനസ് 4/30 0 മൈനസ് 2/60. അപ്പോൾ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ y2 അകത്തോട്ട് കയറും. പുറത്ത് പോകുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി റേഷ്യോ 1/3 ഡിവൈഡ് ബൈ 24/5 ആവാം 5/24. ഇവിടെ 1/12 ഇൻറ്റു ഡിവൈഡ് ബൈ 3/5 ആണ്. അപ്പോൾ ഇൻറ്റു 5/3. ഇത് 5 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 3 72. ഇത് 5/36 വരും. നോക്കിയേ കറക്റ്റാണോ നോക്കണേ. 1/12 ഡിവൈഡഡ് ബൈ 3/5 എന്ന് പറയുമ്പോൾ 1/12 ഇൻറ്റു 5/3. അപ്പോൾ നമ്മൾ ഇതിലെ മിനിമം എന്ന് പറയുന്നത് രണ്ടിനും ന്യൂമറേറ്റർ സെയിം, അവിടെ ഡിനോമിനേറ്റർ കൂടുതലുള്ളതായിരിക്കും മിനിമം. അപ്പോൾ ഇതാണ് മിനിമം. അപ്പോൾ S2 പുറത്ത് പോയി, ഇതാണ് മിനിമം. S2 പുറത്ത് പോയി. അപ്പോൾ ഇതിനെ നമുക്ക് 1 ആക്കി മാറ്റണം. ഇവിടെ y2 enters, S2 leaves.
CB BYB Y1 Y2 Y3 S1 S2 S3 minimum ratio CB BYB 1 1 1 0 0 0. ആദ്യം നമുക്ക് വേരിയബിൾസ് എഴുതാം. Y3 Y2 Y1 1 1 1 കോസ്റ്റ് വരും. ഇനി നമുക്ക് ആദ്യം ഇതിനെ ഇൻറ്റു 5/24 ചെയ്യണം. അപ്പോൾ അത് 5/72 ഇൻറ്റു 5/24 ചെയ്യുമ്പോൾ 5/24 ഇൻറ്റു 3 72 0 1 0 1/15 ആയിരുന്നു. അപ്പം 1/15 ഇൻറ്റു 5/24 അപ്പം അത് 1/72 വരും. 1/72 ഇനി 5/24 അടുത്തത് -11/15 ഇൻറ്റു 5/24 അപ്പോൾ അത് -11/72 -11/72 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ 0 ആക്കാൻ വേണ്ടി ഇതിനെ ഇൻറ്റു 8 ചെയ്യും. ഇത് മൈനസ് ഇത് ഇൻറ്റു ഇതിനെ ബൈ 24 ആക്കാൻ 24 3 ആക്കാൻ ബൈ 8 ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ബൈ 8 ചെയ്തിട്ട് നമ്മൾ കുറച്ചാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കിട്ടിയതിനെ ഇൻറ്റു 3/5 ഇനി ഇൻറ്റു 3/5 ചെയ്തിട്ട് കുറച്ചാൽ മതി. അപ്പം 1/12 മൈനസ് 5/72 ഇൻറ്റു 3/5 അപ്പം 1/12 മൈനസ് 1/24 അപ്പം 2 മൈനസ് 1/24 എന്ന് പറയുമ്പോൾ 1/24 വരും. അപ്പോൾ ഇത് 1/24 ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 0. അടുത്തത് -1/30 മൈനസ് അവിടെ 1/72 ഇൻറ്റു 3/5 24 ഇൻറ്റു 5 120 വരും. -1/30 മൈനസ് 120 LCM 4 ആണ്. അപ്പോൾ -5/120 5 എടുക്കുമ്പോൾ 20 -1/24 -1/24. അടുത്തത് S2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 0 ഇൻറ്റു 3/5 ആണ്. അപ്പോൾ 5/24 ഇൻറ്റു 3/5 എന്ന് പറയുമ്പം 8 1/8 അപ്പോൾ -1/8 ഇവിടെ 7/60 മൈനസ് പ്ലസ് 11/72 ഇൻറ്റു 3/5 എന്ന് വരും. 24 7/60 പ്ലസ് 11/120 അപ്പോൾ 14 പ്ലസ് 11/120 25/120 5/24 5/24 ഇത് ഓൾറെഡി 0 ആയതുകൊണ്ട് ചേഞ്ച് ഇല്ല. അപ്പോൾ 1/12 0 0 1 1/6 0 മൈനസ് 1/12 ഇസഡ് കണ്ടുപിടിച്ചില്ലായിരുന്നു. 1/12 പ്ലസ് CJ ZJ CJ മൈനസ് ZJ ഇവിടെ 1 1 1 ഇവിടെ 1/6 1/6 1/72 മൈനസ് 1/24 LCM 72 വരും. അപ്പം 12 പ്ലസ് 1 മൈനസ് 3 12 പ്ലസ് 1 13 മൈനസ് 3 10/72 10/72 5/24 മൈനസ് 1/8 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 5 മൈനസ് 3 2/24 1/12.
അടുത്തത് -1/12 -11/72 + 5/24. അപ്പം -6 -11 + 15/72 -17 + 15 എന്ന് പറയുമ്പോൾ -2/72. ഇത് 0 0 0 -10/72 -1/12. ഇവിടെ പിന്നെയും പോസിറ്റീവ് വന്നു, 2/72 വന്നു. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് മിനിമം റേഷ്യോ നോക്കേണ്ട കാര്യമില്ല. ഇതിനെ നമുക്ക് 1 ആക്കിയാൽ മതി. അപ്പം നമുക്ക് y1 leaves and s3 enters എന്ന് വരും. y1 leaves and s3 enters. പിന്നെ ഓർക്കേണ്ട കാര്യം z നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. zൻ്റെ വാല്യൂ 1/12 + 5/72 + 1/24 ആണ്. അപ്പോൾ 6 + 5 + 3 14/72 വരും. CB, B, YB, Y1, Y2, Y3, S1, S2, S3. 1 1 1 0 0 0 Y3 Y2 ഇവിടെ S3 വരും. 1 1 0. അപ്പോൾ ഇനി ഇൻറ്റു 24/5 ചെയ്യണം. അപ്പോൾ ഇത് 1/5. ഇത് 24/5. 0 0 -1/5 -1/8 ഇൻറ്റു 24/5 എന്ന് പറയുമ്പോൾ -3/5 -3/5 1 വരും. അപ്പോൾ നമുക്ക് ഈ -1/12 നമുക്ക് 0 ആക്കണം. അപ്പോൾ ഇതിനെ ഇൻറ്റു 1/, ഇപ്പോൾ കിട്ടിയ ഈ റോയെ ഇൻറ്റു 1/12 ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പം 1/12 പ്ലസ് ഇപ്പോൾ കിട്ടിയത് 1/5 ആണ്. അപ്പോൾ 1/5 ഇൻറ്റു 1/12 വരും. അപ്പം 5 + 1 6 / 12 ഇൻറ്റു 5 1/10. ഇത് നമുക്ക് 24/5 24/5 ഇൻറ്റു 1/12. അപ്പോൾ അത് 2/5 ആണ്. ഇവിടെ 2/5, ഇവിടെ 0, ഇവിടെ 1. ഇനി 1/6 1/6 പ്ലസ് നമുക്ക് -1/5 ഇൻറ്റു 1/12. അപ്പോൾ LC എടുക്കുമ്പം 60 വരും. അപ്പം 10 - 1/60 അപ്പം 9/60. 9/60 എന്ന് പറയുമ്പം 3 വെച്ച് വെട്ടുമ്പം 3 / 20 വരും. 3/20. അടുത്തത് S2 0 -3/5 ഇൻറ്റു 1/12 വരും. അപ്പം -1/20 -3/5 ഇൻറ്റു 1/12 ആണ്. -3/5 -1/20. അടുത്തത് 0. ഇനി ഇവിടെ നമുക്ക് -11/72 1 ആക്കേണ്ടത്. -11/72 1 ആക്കാൻ വേണ്ടി ഈ കിട്ടിയതിനെ ഇൻറ്റു 11/72 ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ
5/72 plus 1/5 into 11/72. അപ്പം 25 plus 11/5 into 72 എന്ന് വരും. 36/5 into 72. 1/10. ഇത് 1/10 വരും. ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കുക. ഇനി ഇത് 0 അപ്പോൾ 0 24/5 into 11/72. 11/15 അല്ലേ, 11/15. ഇത് 1 minus 1 ഇവിടെ 0. ഇനി 1/72 പ്ലസ് മൈനസ് 1/5 ഇൻറ്റു 11/72. അപ്പം 5 മൈനസ് 11 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 72. അപ്പോൾ -6 ഇൻറ്റു 5 ഇൻറ്റു 72 -1/60. -1/60. അടുത്തത് 5/24 -3/5 ഇൻറ്റു 11/72. 24 വരും. 25 minus 11/5 into 24. അപ്പോൾ 14 into 5/24. 7/60. 7/60. അടുത്തത് 0 വരും. ഇനി നമുക്ക് ഇസഡിൻ്റെ വാല്യൂ 1/10 plus 1/10 2/10. ZJ CJ minus ZJ. ZJ ചെയ്യുമ്പം 2/5 2/5 പ്ലസ് 11/15. അപ്പോൾ എൽ സി എടുക്കുമ്പോൾ 6 11 plus 6 17/15. 0 അല്ല, ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 3/20 minus 1/60 ആണ്. അപ്പം 9 minus 1 8/60. 8/60 നമുക്ക് 4 വെച്ച് വെട്ടുമ്പം 2/15 വരും. ഇവിടെ 2/15 S2 നമുക്ക് -1/20 7/60. അപ്പം 7 minus 3 4/60. ഇപ്പോൾ 1/15 0. ഇനി 1 minus 17/15 എന്ന് പറയുമ്പോൾ -2/15 0 0 -2/15 -1/15 0. അപ്പോൾ ഇവിടെ എല്ലാ CJ മൈനസ് SJ-കളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് സൊല്യൂഷൻ ഒപ്റ്റിമലാണ് നമുക്ക് കിട്ടും. നമുക്ക് സൊല്യൂഷൻ എല്ലാ CJ മൈനസ് SJ-കളും CJ minus SJ greater than or equal to 0. Solution optimal. Optimal solution is y1 0, y2 1/10, y3 1/10, z is equal to 2/10 equal to 1/5 എന്ന് കിട്ടും. അപ്പം നമുക്ക് y2 is equal to 1/10, y3 equal to 1/10 ആൻഡ് വാല്യൂ ഓഫ് ദ ഗെയിൻ z എന്ന് പറയുന്നത് 1/5 ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് z 1/5 ആണ്. z is equal to 1/v equal to 1/5. അതുകൊണ്ട് v is equal to 5 ആണ്. നമുക്ക് y1 എന്ന് പറയുന്നത് q1/v. അപ്പം q1 എന്ന് പറയുന്നത് y1 ഇൻറ്റു വി. y1 0 ആയതുകൊണ്ട് q1 0. ഇനി q2 എന്ന് പറയുന്നത് y2 ഇൻറ്റു വി ആണ്. അപ്പോൾ അത് 1/10 ഇൻറ്റു 5 ഈക്വൽ ടു 1/2. q3 ഈസ് ഈക്വൽ ടു y3 ഇൻറ്റു വി ഈസ് ഈക്വൽ ടു 1/10 ഇൻറ്റു 5 ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് കിട്ടും. Therefore, optimal strategies of
BR 0 1/2 1/2 എന്ന് നമുക്ക് കിട്ടും. ഒപ്റ്റിമൽ സ്ട്രാറ്റജീസ് 0 1/2 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എയുടെ സ്ട്രാറ്റജിയാണ്. എയുടെ സ്ട്രാറ്റജി കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെയാണ് നോക്കേണ്ടത്. നമ്മൾ ഈ കറസ്പോണ്ടിങ് സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടല്ലോ, സ്ലാക്ക് വേരിയബിൾസിൻ്റെ ഇവിടുത്തെ വാല്യൂസ് വെച്ചിട്ട് ഇപ്പം -2 CJ - SRJ റോയിൽ -2/15 -1/15 0 അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അത് ഓർക്കേണ്ട കാര്യം. ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ x1 x2 x3യുടെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഓർത്തോണം. അപ്പോൾ നമുക്ക് the optimal strategies for the optimal strategies of player A is obtained from the CJ - SRJ row. അതിനകത്ത് S1 S2 S3 വാല്യൂസ് ആണ്. x1ന് x2നും x3ക്കും വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് S1 S2 S3യുടെ വാല്യൂസ് ഓഫ് ദി എബോവ് ടേബിൾ. അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ S1 S2 S3 എന്ന് എഴുതിയേക്കുന്നത്. S1 S2 S3യുടെ വാല്യൂസ് S1 S2 S3യുടെ വാല്യൂസാണ് x1 x2 x3ക്ക് വരുന്നത്. Therefore x1 is equal to, നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് എടുക്കുകയുള്ളൂ, 2/15, x2 is equal to 1/15 and x3 equal to 0. Therefore P1 എന്ന് പറയുന്നത് നമുക്കറിയാം x1 is equal to P1/V. Therefore P1 is equal to x1V. അപ്പോൾ അത് 2/15 into 5 equal to 2/3. അടുത്തത് P2 is equal to x2V. അപ്പോൾ 1/15 into 5 equal to 1/3. P3 is equal to 0 into V equal to 0. Therefore, optimal strategy of A are optimal strategy of A are എന്തൊക്കെ വരും? ആദ്യത്തേത് 2/3, 1/3 and 0. Here, value of the game, value of the original game എന്ന് പറയുന്നത് എത്രയാണ്? is equal to V minus, നമുക്ക് കിട്ടിയ V മൈനസ് കൺസ്ട്രെയിൻ. നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്തായിരുന്നു, 4 എന്നുള്ള വാല്യൂ എല്ലായിടത്തും ആഡ് ചെയ്തിട്ടല്ലേ കിട്ടിയത്. സോ ദിസ് ഈസ് ഈക്വൽ ടു V - 4. അപ്പോൾ 5 - 4 equal to 1. Therefore value of the game is, അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ബാക്കി മെത്തേഡ്സ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം ടേബിൾ വരയ്ക്കേണ്ടി വന്നതുകൊണ്ട് ഒരുപാട് സമയമെടുത്തു. അപ്പം ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ ചുരുക്കി പറയാം. കാരണം നമുക്ക് അധികം പ്രോബ്ലംസ് ഇതിൻ്റെ അകത്തില്ല, നമുക്ക് ആകെ ഒരു പ്രോബ്ലം ഇതിൻ്റെ അകത്തുള്ളൂ. ഇനി എക്സസൈസ് വല്ലതും ഉണ്ടോ എന്ന് തപ്പി എടുക്കണം. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്നാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയതിനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ B1 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്നത് 5P1 7P2 10P3, 3P1 9P2 6P3. അടുത്തത് 7P1 P2 2P3. അത് ഓരോന്നും > V എന്നെടുത്തു. എന്നിട്ട് P1 + P2 + P3 = 1. അതിനെ ഓരോന്നിനെ V വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മൾ ഇത് x1 ഇത് x2 ഇത് x3 എന്ന് വിളിച്ചാൽ x1 + x2 + x3 എന്ന് പറയുന്നത് നമുക്ക് ആണ് 1/V. അതിനെ നമുക്ക് വിയെ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ 1/Vയെ മിനിമൈസ് ചെയ്യാനാണ് എ ശ്രമിക്കുക. എയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസ് 1/V സബ്ജക്റ്റ് ടു ദിസ് കൺസ്ട്രെയിൻസ് ആക്കി. എയുടെ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡ്യൂവലാണ്. അപ്പോൾ ആ ഡ്യൂവൽ പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്തപ്പം നമുക്ക് y1നും y2നും വാല്യൂ കിട്ടി, ഇസഡിൻ്റെ വാല്യൂവും കിട്ടി. ഇസഡ് എന്ന് പറയുന്നത് 1/V, അപ്പോൾ V എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. എന്നിട്ട് കിട്ടിയത് വെച്ചിട്ട് ബിയുടെ സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ എയുടെ സ്ട്രാറ്റജി നമുക്ക് ആ കിട്ടിയ ലാസ്റ്റ് ടേബിളിൻ്റെ S1 S2 S3യുടെ വാല്യൂസ് വരുന്നതാണ്. നമുക്ക് ഇവിടെ x1 x2 x3 ആയിട്ട് വരുന്നത്. അത് വെച്ചിട്ട് P1 P2 P3 കിട്ടി. പിന്നെ നമ്മളൊരു 4 മൈനസ് ചെയ്തായിരുന്നു, ആ 4 പ്ലസ് ചെയ്തായിരുന്നു. അത് നമ്മൾ ആ മൈനസ് ചെയ്താൽ നമുക്ക് വാല്യൂ ഓഫ് ദ ഗെയിമും കിട്ടും.